ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിത്യജീവൻ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജൂലൈ മാസം ഈശോയുടെ രക്തത്തിന് സമർപ്പിക്കപ്പെട്ട മാസമാണ്. ജൂൺ മാസത്തിൽ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ച് ആ തിരുഹൃദയത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും തിരുസഭയെയും സമർപ്പിക്കപ്പെട്ട ഏറ്റവും നല്ല ദിവസങ്ങളാണ് കടന്നുപോയത്. എന്നാൽ ജൂലൈ മാസം ഈശോ നമ്മെ വില കൊടുത്തു വാങ്ങിയ, നമ്മുടെ ജീവിതത്തിന് വില കൊടുക്കാൻ ദൈവം ചിന്തിയ തിരുരക്തത്തിൻ്റെ മാസമാണ്. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈശോയുടെ രക്തത്തിന് നീ നിന്നെ തന്നെ എത്രമാത്രം സമർപ്പിക്കപ്പെട്ടു. ഈശോയുടെ രക്തം എങ്ങനെയാണ് നമ്മളെ വില കൊടുത്തു വാങ്ങുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ യേശു നമുക്ക് ചിന്തിയ രക്തം 7 പ്രാവശ്യങ്ങളിലാണ് ഈശോയുടെ സഹനത്തിൽ വ്യക്തിപരമായിട്ട് ഈശോയുടെ രക്തം ചിന്തപ്പെട്ടത്. ആ 7 തലങ്ങളെ നമ്മൾ ചിന്തിക്കുകയാണ്. യേശു എങ്ങനെയാണ് ഈ ഭൂമിയിൽ യേശുവിൻ്റെ രക്തം ചിന്തപ്പെട്ടത്? അത് 7 തലങ്ങളിൽ ഈശോയുടെ പീഡാസഹനത്തിൽ ചിന്തി. ആ 7 തലങ്ങളുടെയും പ്രത്യേകത അതെത്രമാത്രം നമ്മോട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നതും വിചിന്തനം ചെയ്യുന്നതും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തം നമ്മുടെ ആത്മാക്കളെ യാചിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ നിമന്ത്രണങ്ങളെ യാചിക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. നമുക്കറിയാം, രക്തം എപ്പോഴും ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമാണ്. ആ രക്തം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതൊരു മറ്റു വ്യക്തിക്ക് ജീവനായിട്ട് മാറാറുണ്ട്. അതാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് മഹത്തായ സമ്പത്ത് ഈ ലോകത്ത് അനേകർക്ക് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈശോയുടെ ബ്ലഡ് ഡൊണേഷൻ ചെയ്തത് ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഈശോയുടെ രക്തം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചിന്തപ്പെട്ടു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: കാരുണ്യം കാണിക്കുന്നവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും, കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ കാരുണ്യരഹിതമായതല്ല, കാരുണ്യമുള്ള ഈശോയുടെ രക്തം നമ്മുടെ മേൽ കരുണയുടെ കൃപ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് കൃപയുടെ ഒരു വിധിയിലേക്ക് നമ്മളെ കൊണ്ടുവരുമെന്ന് യാക്കോബ് ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 11-ാം വാക്യം പറയുക: അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി, ജീവൻ നൽകുന്നവൻ അത് തയ്യാറായി. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്. പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ രക്തം നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കട്ടിലപ്പടിയുമേൽ ഊനമറ്റ കുഞ്ഞാടിൻ്റെ രക്തം അവർ തെളിക്കുമ്പോൾ അതിൻ്റെ പ്രതീകമായിട്ട് പുതിയ നിയമത്തിൽ കാൽവരി മലയിൽ ഈശോയുടെ ശരീരത്തിൽ ചിന്തപ്പെട്ട രക്തവും ഒന്നാക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങളെ നമ്മൾ ഓർക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ഈ കുഞ്ഞാടിൻ്റെ രക്തത്താലും ഈ കുഞ്ഞാടിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള സാക്ഷ്യത്തിൻ്റെ വചനത്താലും ഞാനും നിങ്ങളും രക്ഷ പ്രാപിക്കുമെന്ന് വെളിപാടിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്ന് സങ്കീർത്തന പുസ്തകത്തിൽ 107:2 തിരുവചനം പറയുക: കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ അവിടുന്ന് അവരെ രക്ഷിച്ചു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ അവിടുന്ന് അവൻ്റെ രക്തം വഴി നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രക്തം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിൻ്റെ രക്തം ഈ ലോകത്തെ തേടി വരുന്നതാണ്. യേശുവിൻ്റെ രക്തം ആത്മാക്കളെ ദാഹിക്കുന്ന ഒരു രക്തമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബ്രിജീത്ത എന്ന വിശുദ്ധയോട് ഈശോ കാണിച്ചു കൊടുത്ത ദർശനത്തിൽ ഇങ്ങനെ, ആ ദർശനം പറയുന്നത് ഇങ്ങനെയാണ്: ഈശോ ചിന്തിയ രക്തത്തുള്ളികൾ 28,430 തുള്ളികൾ രക്തം അവൻ ചിന്തപ്പെട്ടു എന്ന് പറയുന്നത്. ശരീരത്തിലുള്ള എല്ലാ രക്തധമനികളും പൊട്ടി രക്തമൊഴുകപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ ബർജീത്ത പറഞ്ഞു വയ്ക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ തിരിച്ചറിയുക, യേശുവിൻ്റെ സ്നേഹമാണ് യേശുവിൻ്റെ രക്തം. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു അമ്മയുടെ അമ്മിഞ്ഞ പാലെന്ന് പറയുന്നത് അമ്മയുടെ രക്തമാണ്. ഈ രക്തം കുടിച്ച് വളരുന്നൊരു കുഞ്ഞ് ആ അമ്മയെ സ്നേഹിക്കുന്നത്. ഇതുപോലെ ദൈവമാകുന്ന അമ്മ നമ്മെ സ്നേഹിക്കാൻ തൻ്റെ ഏകമകനെ നൽകത്തക്ക വിധം ഈ ലോകത്തെ അവൻ്റെ രക്തം വഴി സ്നേഹിച്ചുവെന്ന് ലോകത്തിന് മുന്നിൽ ഈശോയുടെ രക്തം നമ്മെ നോക്കി നിലവിളി. നമുക്കറിയാം, ബൈബിളിൽ 2 രക്തങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന്, ആബേലിൻ്റെ രക്തം നിലവിളിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം നിലവിളിക്കുന്നത് ആത്മാക്കളെ ഓർത്താണ്, തൻ്റെ മക്കളെ ഓർത്താണ് നിലവിളിക്കുന്നത്. ആബേലിൻ്റെ രക്തം ജീവിക്കാനുള്ള ആഗ്രഹത്തിൽ കൊന്നുകളഞ്ഞ കായേലിൻ്റെ
കാഠിന്യമുള്ള ഹൃദയത്തിൻ്റെ മുന്നിൽ കരയുന്ന ആബേലിൻ്റെ രക്തം ഒരു ശാപത്തിൻ്റെ നിലവിളിയാണെങ്കിൽ, യേശുവിൻ്റെ കാൽവരിയിലെ രക്തം ചിന്തൽ ഇത് രക്ഷയുടെ നിലവിളിയുടെ മുന്നിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, ക്രിസ്തുവിൻ്റെ രക്തം 7 പ്രാവശ്യമാണ് ഈ ഭൂമിയിൽ ഈശോയുടെ പീഡാസഹന സമയത്ത് തെളിക്കപ്പെട്ടത്. 7 അവസ്ഥയിലൂടെയാണ് തെളിക്കപ്പെട്ടത്. അതുകൊണ്ട് പരമപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ നിത്യതയിലേക്കുള്ള പാപപരിഹാരത്തിൻ്റെ 7 തവണകളിൽ ചിന്തപ്പെട്ട രക്തം ഈ ജൂലൈ മാസത്തിലെ, ഈ തിരുരക്ത മാസത്തിൽ നമ്മൾ ചിന്തിക്കണം, ധ്യാനിക്കണം, അതാഴത്തിൽ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കാൻ നമുക്കൊരുങ്ങാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കുഞ്ഞാടിൻ്റെ, യേശുക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ രക്തം എനിക്കും നിനക്കും ഒരു രക്ഷയുടെ അടയാളമായിട്ട് ഈശോ പഠിപ്പിക്കാം. ഒന്നാമത്തത് ഈശോ ചിന്തിയ രക്തത്തിൻ്റെ അവസ്ഥ, അത് ഈശോ വിയർത്ത രക്തത്തുള്ളികളാണ്. ഒന്നാമതായിട്ട് ഈശോ ഗെത്സമനിയിൽ രക്തം വിയർത്തു എന്നാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 43-44 അധ്യായങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് പറയുന്നത് മെഡിക്കൽ ശാസ്ത്രത്തിൽ ഒരു പ്രത്യേക അവസ്ഥയാണ്. അതാണ് ഹെമറ്റോഹിട്രോസിസം എന്ന് പറയുന്നൊരു അവസ്ഥ. ഈ അവസ്ഥയിലാണ് ശരീരത്തിൽ നിന്ന് രക്തം വരിക. എങ്ങനെയാണത് വരുന്നത്? ഒന്നെങ്കിൽ ഈ ശരീരത്തിലുള്ള ഈ വിയർപ്പ് നാളികളിലൂടെ ഈ രക്തം വരുന്നത് അകത്തുള്ള ഞെരിമ്പുകൾ പൊട്ടി വിയർപ്പ് തുള്ളികൾക്കൊപ്പം ഈ രക്തം കലർന്നിട്ടാണ് രക്തം ഉയർത്തു വരിക. അത് ഏറ്റവും സമ്മർദ്ദമുള്ള ഒരു ആത്മാവിന് ഏറ്റവും സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ശരീരത്തിൽ ഇത് പൊട്ടും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സമ്മർദ്ദം മുഴുവൻ ഒരു ആത്മാവിനെ കുറിച്ച്, രക്ഷയെക്കുറിച്ചായിരുന്നു. അതാണ് ഇവിടെ ചിന്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചൊരിഞ്ഞ ആ രക്തത്തുള്ളികൾ ഭൂമിയിൽ വീണത് എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി. നമ്മൾ പാപത്തിൽ മരിക്കാതിരിക്കാൻ, നമ്മൾ പാപത്തിൽ നശിക്കാതിരിക്കാൻ, ഒരു ആത്മാവ് നരകത്തിൽ പോകാതിരിക്കാൻ ഈശോ ഗെത്സമനിൽ മുട്ടുകുത്തി രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയില്ല, കർത്താവേ ഇവരോട് കരുണ തോന്നണമേ, ഇവരെ രക്ഷിക്കണമേ, ഇവരിത് ചെയ്യാതിരിക്കാൻ ഈ പാനപാത്രം ഒന്ന് മാറ്റിത്താ, ഈ ആത്മാക്കളുടെ അശുദ്ധിയുടെ പാനപാത്രങ്ങൾ മാറ്റി രക്ഷാകരമായ പാനപാത്രങ്ങൾ അവർക്ക് നൽകണമേ എന്ന് ഈശോ അതാണ് ഒന്നാമത്തത്. രക്തം വിയർത്ത് ഈശോ അതികഠിനമായ വേദന സഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചിന്തിയ രക്തം. ഇന്ന് ഞാനും നിങ്ങളും സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി പ്രാർത്ഥിക്കണം. നമുക്കറിയാലോ, വിയർപ്പിലൂടെ രക്തം വന്നില്ലെങ്കിലും മനോവേദനകൾക്കിടയിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഗെത്സമനിയിലെ പ്രാർത്ഥനകളെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും പണ്ട് കാലത്തേക്കും വീടുകളിൽ കയറി ചെല്ലുന്ന വീടിൻ്റെ മുന്നിൽ ഒരു ചിത്രം കാണാറുണ്ട്. ഞാൻ പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ ചിത്രം ഇവിടെ വെച്ചിരിക്കുന്നത്? അത് ഗെത്സമനിയിൽ ഈശോ ഈ പാറപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം മിക്ക വീടുകളുടെ മുന്നിൽ പണ്ട് വയ്ക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? എൻ്റെ കുടുംബത്തിൽ സഹനങ്ങൾ ഉണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് ഞാനും ഈ യാമങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഭവനമാണ് എൻ്റെ കുടുംബമെന്ന് പഠിപ്പിക്കാൻ കൂടിയാണ് ഈ ഗെത്സമനിയിലെ ചിത്രം നമ്മുടെ കുടുംബങ്ങളിൽ സ്ഥാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഏതു മനോവേദനയുണ്ടെങ്കിലും പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ഈശോയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരമുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ കിടക്കാൻ, രണ്ടാമത് ഈശോ പ്രാർത്ഥിച്ചത് അത് ചാട്ട കൊണ്ട് അടിക്കപ്പെട്ടപ്പോൾ ചിന്തപ്പെട്ട യേശുവിൻ്റെ രക്തമാണ്. ചാട്ട കൊണ്ട് അടിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, റോമൻ സൈന്യ റൂൾ അനുസരിച്ചാണ് ഈശോയെ ചാട്ട കൊണ്ട് അടിക്കുന്നത്. റോമൻ റൂളാണ് ഏറ്റവും കഠിനമായ പീഡന മുറകളുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് പറയുക, 40 അടികളാണ് ശരിക്കും സാധാരണ യഹൂദ നിയമം അനുസരിച്ച് അടിക്കുക. എന്നാൽ ഈശോയെ അടിച്ചത് റോമൻ നിയമം അനുസരിച്ചാണ്. യഹൂദ നിയമം അടിക്കുകയാണെങ്കിൽ ഈശോയെ 40 അടി കുറവേ അടിക്കുകയുള്ളൂ. കാരണം ഇങ്ങനെയാണ്, 40 അടിയേക്കാൾ ഒരെണ്ണം കൂടുകയോ അല്ലെങ്കിൽ 40 അടി കൃത്യമാവുകയോ ചെയ്താൽ ആ നിയമം തെറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് യഹൂദ നിയമം. അപ്പോൾ കൃത്യമായിട്ട് 39 അടി കൃത്യമായിട്ട് അടിച്ച് നിർത്തും യഹൂദരുടെ നിയമം. എന്നാൽ ഈശോയെ ചാട്ടവാറ അടിച്ചത് യഹൂദരുടെ നിയമം അനുസരിച്ചല്ല, റോമൻ സൈന്യമാണ് ഈശോയെ അടിക്കുക. അപ്പോൾ 40 അടി മാത്രമല്ല കൊണ്ടിരിക്കുക. എന്നാൽ ബ്രിജിത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഈശോയ്ക്ക് 5480 അടി കൊണ്ടുവെന്നാണ്. ഇത് ബൈബിളിൻ്റെ വെളിച്ചത്തിനല്ല, അല്ലെങ്കിൽ പാരമ്പര്യമല്ല, മറിച്ച് ഒരു വിശുദ്ധിക്കുണ്ടായിരുന്ന എപ്പാരിഷനിലൂടെ ആ വ്യക്തി വെളിപ്പെടുത്തിയ ഒരു എപ്പാരിഷൻ വെളിപ്പെടുത്തലാണ് അച്ഛൻ പറയുന്നത്.
5450 അടിയെങ്കിലും ഈശോ കൊണ്ടിട്ടുണ്ടാവും. വടി കൊണ്ടും ചാട്ട കൊണ്ടും കൂടി പരസ്പരമായി അടിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ചാട്ടയെക്കുറിച്ച് പറയുന്നത് ഒന്ന്, അതിൽ ആണികളാണ് കൊളുത്തിടുക, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ചൂണ്ടക്കൊളുത്ത് പോലത്തെയുള്ള കൊളുത്തുകൾ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തിയെ അടിക്കുമ്പോൾ, വലിക്കുമ്പോൾ മാംസങ്ങൾ പറിച്ച് എല്ല് വേറിട്ട് നിൽക്കാം. നമ്മൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അതതിൻ്റെ പൂർണ്ണരൂപം കാണിക്കാൻ വേണ്ടി ആ ഡയറക്ടർ ഒത്തിരി ഭാഗം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുക, റബ്ബർ ഷീറ്റ് പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ അടി സീൻ എടുക്കുന്നത്. എന്നിട്ട് പോലും ഈ മെയിൻ ആക്ടറായിരുന്ന ക്രിസ്തുവായിട്ട് അഭിനയിച്ച വ്യക്തിയുടെ ഈ തോളിൻ്റെ അടുത്തുള്ള മാംസത്തിൽ മുറിവേറ്റു എന്നാണ് പറയുന്നത്. ഇന്നും അതിൻ്റെ പാട് അഭിനയിച്ച നായകൻ പറയുന്നുണ്ട്. അപ്പോൾ ഈശോ കൊണ്ട് അടി, അപ്പോൾ ഓരോ അടി കഴിഞ്ഞ് വലിക്കുമ്പോൾ ഈ വാരിനെല്ലുകളുടെ ഇടയിലുള്ള മാംസങ്ങൾ പറിച്ചെടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ അതികഠിനമായിട്ട് ഒഴുകും, ഈ പൈപ്പ് പൊട്ടിയത് പോലെ ഒഴുകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചാട്ടമാറ കൊണ്ട് അടിയേറ്റപ്പോൾ ഈശോയ്ക്കേറ്റ ആ രക്തചിന്തലുകൾ, അതാണ് രണ്ടാമത് ഈശോ ചിന്ത. ഒരു ശരീരത്തിൽ പോലും പെയിൻ എടുത്തിട്ട് ആരോടും പരാതി പറയാതെ അടി മുഴുവൻ കൊണ്ട് ഈശോ സഹിച്ച വേദനകൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോ തൻ്റെ ശരീരത്തിൽ ആകെ 1000ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു പറയണം. ഈ അടിക്കുമ്പോൾ മുറിപ്പാടുകൾ. ഞാൻ റോമിലെ കഴിഞ്ഞ മെയ് മാസത്തിൽ പോയപ്പോൾ അവിടെ ഈശോയുടെ മുറിവുകളെ കുറിച്ച് ഒരു വലിയൊരു എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്, ഈശോയെ കണ്ടാൽ നമുക്ക് പേടിയോ അതുപോലത്തെ ഒരു സ്റ്റാച്ചു അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈ ഇങ്ങനെയാണ് കിടക്കുന്നത്. നമുക്കറിയാമല്ലോ, കൈ നമ്മളേക്ക് നിവർന്നിട്ടാണ്. ഇത് ഈശോയുടെ കൈ ഇങ്ങനെ ഒടിഞ്ഞിട്ടാണ് കിടക്കണം. ഈ കൈ ഇങ്ങനെയാണെങ്കിൽ ഈ കൈ ഒടിഞ്ഞിട്ട്, എന്നിട്ട് ഈ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ ഓട്ടപ്പഴുതുകളാണ്. അപ്പോൾ അത് ഭീകരമായിട്ടാണ് ഈശോ അന്നിട്ട്. അപ്പോൾ അതിൽ നിന്ന് ചിന്തിയ രക്തം എന്താണ് നമ്മളെ പ്രീതിപ്പെടുത്തുന്നത്? നിൻ്റെ ശരീരത്തിൽ നീ പാപം ചെയ്യരുത്, നിൻ്റെ ശരീരത്തിനെ നഗ്നതയ്ക്ക് ജഡികാസക്തിക്ക് വിട്ടുകൊടുക്കുക. നീ ചിന്തിക്കണേ, ഈശോയുടെ ശരീരത്തിൽ നഗ്നനാക്കപ്പെട്ട അടിയേറ്റത് നീ നഗ്നനാക്കപ്പെടാതിരിക്കാൻ, നിന്റെ നഗ്നതയ്ക്ക് വേണ്ടി ശരീരത്തെ വിട്ടുകൊടുക്കാതിരിക്കാൻ ആ രക്തം നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈശോയുടെ ചാട്ടമാറിയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നത്, ഒന്ന്, അതിക്രൂരമായ റോമൻ ശിക്ഷാരീതി അനുസരിച്ചാണ് ഈശോയ്ക്ക് ചാട്ടമാറടിയേറ്റത്. അതുകൊണ്ട് ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയിലെ ഈ ഓരോ ചാട്ടയുടെയും ശക്തി വെളിപ്പെടുത്താൻ വേണ്ടി ആ ഡയറക്ടർ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഈ ചാട്ട എടുത്ത് കൊടുത്തതിന് ശേഷം ഈ പലകയിൽ ഇവരടിക്കും. അടിച്ചിട്ട് പറിച്ചെടുക്കുമ്പോൾ ആ പലകയുടെ ചെറിയ ചെറിയ ഈ ഞാരുകൾ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നൊരു സീൻ കാണിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ്, ഇത് ഒരു മാംസത്തിലടിക്കുമ്പോൾ ഇത്രയും സോഫ്റ്റായ ശരീരത്തിന് മാംസ പീസുകൾ. അതുകൊണ്ട് ഏറ്റവും ക്രൂരമായ രീതിയാണ് ചാട്ടവാറടി. പിന്നെ ശരീരത്തിൽ ഗുരുതരമായ ക്ഷതങ്ങളേൽക്കും. ഞാൻ നിസ്സാരമല്ല, മാംസം പറിച്ചെടുക്കുന്ന, ഇങ്ങനെ സ്റ്റിക്കർ പൊളിച്ചെടുക്കുന്ന പോലെ മാംസങ്ങൾ പറിച്ചു. അതുപോലെ രക്തം അതികഠിനമായിട്ട് ഒഴുകുന്ന ഒരു പീഡന മുറിയായിരുന്നു ഈ ചാട്ടവാറടി. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ രക്തം ചിന്തിയ ഒരു മുറിപ്പാടാണ് ഈശോയുടെ ചാട്ടവര. അതുപോലെ മാനസികമായൊരു വ്യക്തിയെ പീഡിപ്പിക്കാൻ പറ്റുന്ന ഒരു മുറയായിരുന്നു അത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട ഈശോയുടെ ഏറ്റവും വലിയ പീഡാസഹനമായിരുന്നു ചാട്ടവരടി. മൂന്നാമത്തതാണ് താടി മീശകൾ പറിച്ചെടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കിയേ, ഒരു വ്യക്തി, ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി എൻ്റെ താടി മീശയും പറിച്ചെടുക്കുമ്പോൾ ഞാനത് നോക്കി കണ്ടെടുക്കുള്ളൂ. എന്നാൽ എൻ്റെ വേദന അറിയാത്ത, എൻ്റെ നൊമ്പരങ്ങൾ അറിയാത്ത മറ്റൊരു വ്യക്തി അത് പറിച്ചെടുക്കുമ്പോൾ അത് അതികഠിനമായ വേദനയാണ്. ഒന്നും രണ്ടല്ലോ, ഒരു കൂട്ടമായിട്ട് അത് വലിച്ചെടുക്കുമ്പോൾ അവിടുന്ന് രക്തം വരും. പ്രിയപ്പെട്ട, നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ, ഞാനെങ്കിൽ ശ്രദ്ധിക്കാൻ, ബാർബർ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ ആ വ്യക്തി നോക്കില്ല, ആ വ്യക്തി പെട്ടെന്ന് ചെയ്യും. അപ്പോൾ ഇവിടെ ചോര വരും. നമുക്ക് നല്ല പെയിൻഫുള്ളാണ്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരിക്കലും ഒരു ചോര വരാം. അതുകൊണ്ട് അപ്പോൾ തിരിച്ചറിയണേ, ഈശോയുടെ താടി മീശ പറിച്ചെടുക്കുമ്പോൾ ഒരു കരുണ പോലും കാണിക്കാതെ, ഈശോ ഒരു നാസിർവ്രതക്കാരനാണ്, ഒത്തിരി മുടിയുള്ള മനുഷ്യനാണ്, ഒത്തിരി താടിയുള്ള. കാരണം അവർ ഈ നാസിർവ്രതം എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിൽ ഇത് വയ്ക്കില്ല, കത്തി വയ്ക്കില്ല, അങ്ങനെ അത് സൂക്ഷിക്കപ്പെടും. അപ്പോൾ അത്രയും വലുപ്പമുള്ളതൊക്കെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആഴം ഭയങ്കരമാണ്. വർഷങ്ങളായിട്ട് ആഴമുള്ള ഈ തലച്ചോറിനോടും അല്ലെങ്കിൽ മാംസത്തോടും ചേർന്ന് നിൽക്കുന്നത് വലിച്ചെടുക്കപ്പെടുമ്പോൾ ഉള്ള വേദന. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 56 തിരുവചനം പറയാം. ഏശയ്യാ 56 തിരുവചനം പറയാം, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു, നിന്ദിച്ചവർക്കും തുപ്പലേൽപ്പിച്ചവർക്കും ഞാൻ മുഖം തിരിച്ചില്ല. അവരിതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ അവരുടെ മുന്നിൽ നിന്നു. അപ്പോൾ ഈശോ ഏറ്റവും കൂടുതൽ മറ്റൊരു രീതിയിൽ പീഡനമേറ്റ ഈശോയുടെ ഈ ബ്രിജീത്ത പറയുന്നത്, ഈശോയുടെ 23 പ്രാവശ്യം താടിയും മീശയും മുടിയും വലിച്ചു പറിച്ചെടുത്തിട്ടുണ്ട്. 23 പ്രാവശ്യം.
പ്രിയപ്പെട്ടവരെ, നമ്മളത് തിരിച്ചറിയണം. അതികഠിനമായൊരു വേദന ഈശോ രക്തം ചിന്തിയ ഒരു മേഖലയാണ് താടി മീശ പറിച്ചെടുത്തപ്പോൾ ഈശോയ്ക്കുണ്ടായ വേദന. നാലാമത്തത് ഈശോയ്ക്ക് ശരീരത്തിലേറ്റ ക്ഷതങ്ങളാണ്. ക്ഷതങ്ങളേറ്റ ഈശോയുടെ രക്തം ചിന്തലുകൾ. 20 തരത്തിലുള്ള ക്ഷതങ്ങളേറ്റ ഈശോയുടെ ഉണ്ട്. ഒന്ന്, ഈശോയുടെ ചുണ്ട് ഈയക്കട്ട കൊണ്ട് ഇടിച്ചു എന്ന് പറയണത്. നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ തൂക്കുതലാസിൽ വെക്കുന്ന ഈ 20 കിലോയുടെക്കും ഈ തൂക്കുതലാസ് എടുത്ത് ഈശോയുടെ മുഖത്തിടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചുണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് കിടന്നു വരുന്നതാണ് ചരിത്രം പറഞ്ഞത്. അപ്പോൾ 20 തരത്തിലുള്ള ക്ഷതങ്ങൾ ഇവിടെ ഇടികൊണ്ട്. നമുക്കറിയാലോ, ഇടിച്ചു കഴിഞ്ഞാൽ ഈ രക്തം കട്ട പിടിക്കും. അപ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളാണ്. കട്ട പിടിച്ച രക്തം അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ അതിൽ നിന്ന് രക്തം ഒഴുകും. ചിലരുടെയൊക്കെ കുത്തി എടുത്ത് കളയും ആ കട്ട കിടിച്ച് കിടക്കുന്ന ഈ രക്തത്തെ. അപ്പോൾ ഈശോയ്ക്ക് അതുപോലത്തെ വേദന ഉണ്ടായിട്ടുണ്ട്. യെശയ്യാ 53:5 വചനം പറയാം, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ക്ഷതങ്ങൾ, പഞ്ചക്ഷതങ്ങൾ നമ്മൾ മറക്കരുത്. ഈശോയുടെ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്ഷതങ്ങൾ, ഒന്ന്, ചാട്ടവാറ് കൊണ്ട് അടിയേറ്റപ്പോൾ ശരീരത്തിലേറ്റ മുറിവുകളുടെ ക്ഷതങ്ങളാണ്. 2, മുൾമുടി കൊണ്ട് തലയിൽ അമർത്തി വെച്ചപ്പോൾ തലയിലുണ്ടായ ക്ഷതങ്ങൾ. മറ്റൊന്ന്, മുഖത്തും ചുണ്ടത്തും അടിച്ചപ്പോൾ, വടി കൊണ്ടടിച്ചപ്പോൾ, മുഖത്ത് കൈ കൊണ്ടടിച്ചപ്പോൾ, കയറ് കെട്ടി വലിച്ചപ്പോൾ കൈയിൻ്റെ ഇടയിലുണ്ടായ ആ ക്ഷതങ്ങൾ. അതെല്ലാം രക്തം കട്ട പിടിച്ചും രക്തം ചിന്തിയും വേദനിച്ച. അതുപോലെ തന്നെ അത് ഈശോയുടെ ചുമലിൽ കുരിശ് വെച്ചപ്പോൾ ഈ ചുമലിലുണ്ടായ ക്ഷതങ്ങൾ. അതെല്ലാം ഈശോ അവിടേക്ക് ഇങ്ങനെ രക്തം ചിന്തി. ഈ ഇത്രയും തൂക്കമുള്ള കുരിശ് വയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊട്ടും. കാരണം ഈ കുരിശ് ഒരഞ്ഞ് കയ്യിൻ്റെ ഇവിടെയെല്ലാം മുറിഞ്ഞു പൊട്ടുന്ന ഈശോയുടെ വേദനകൾ. ഇനി റോമൻ സൈന്യം അനുസരിച്ച് ഇവരെ കെട്ട 2 കൈകൾക്ക് കുറുകയായിട്ട് കുരിശ് കെട്ടും. അപ്പോൾ അതുണ്ടാവും ക്ഷതം എന്ന് പറഞ്ഞാൽ, ഈ നടന്നു പോകുമ്പോൾ കാല് വഴിക്ക് വീഴുമ്പോൾ ചവിട്ടും നേരെ നിലനിമുത്തി വീഴും. അപ്പം മുഖം ഇങ്ങനെ ഒരഞ്ഞു പോകുന്ന ഈശോയുടെ ആ മുഖത്തുണ്ടാകുന്ന ക്ഷതങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന, നമ്മൾ പറയില്ലേ, നമ്മൾ വണ്ടിക്കിടിച്ച് നിരത്ത് വീണ് ഒരയുമ്പോൾ റോട്ടിൽ ടാറ് പോകുന്ന പോലെ, നമ്മുടെ കാലിൻ്റെ തൊലി പോകുന്ന പോലെ ആ ഒരു പെയിൻ ഈശോയ്ക്ക്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കൈകാലുകളിൽ ആണിയടിച്ചപ്പോഴുണ്ടായ മുറിവുകളിലുണ്ടായ ക്ഷതങ്ങൾ. അതുപോലെ തന്നെ ഹൃദയത്തിൽ കുത്തിയപ്പോൾ, ഹൃദയത്തിൽ മാത്രമല്ല, അത് കുത്തിയിറങ്ങിയ ഭാഗങ്ങൾ മുഴുവൻ ഉണ്ടായ ക്ഷതങ്ങൾ. അതായിരുന്നു ഈശോയുടെ നാലാമത്തെ, ഈശോയുടെ ക്ഷതങ്ങളിൽ നിന്ന് ഒഴുകിയ രക്തത്തിൻ്റെ ചിന്തലുകൾ. പ്രിയപ്പെട്ടവരെ, 5-മത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈശോയുടെ മുൾക്കിരീടം ചാർത്തിയതാണ്. ഞാനൊക്കെയും എപ്പോഴും ഈ കുരിശുരൂപത്തിൽ നോക്കുമ്പോൾ മുൾക്കിരീടം എന്ന് പറയുമ്പോൾ നമ്മളറിയില്ല, ഒരു വട്ടത്തിലാണ് കണ്ടത്. ശരിക്കും അതല്ല സ്നേഹമുള്ളവരെ. അതാണ്, ഇങ്ങനെയാണ് പറയുക, ദ ത്രോൺ ഓഫ് ക്രൗൺസ് എന്ന് പറയുന്നത്. ക്രൗൺ, ഞാനത് റോമിൽ പോയപ്പോൾ ഈ മ്യൂസിയത്തിൽ പോയപ്പോഴാണ് കണ്ടത്. ശരിക്കും ഒരു കിരീടമാണ് ഈശോയ്ക്കുണ്ടായത്. കാരണം ഈ തല മുഴുവൻ പൊതിയുന്ന മുൾക്കിരീടം. നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് ഇത്രയും ഭാഗത്തുള്ള മുൾക്കിരീടം. അതല്ല ഈശോയെ ചൂടിയത്. ഈശോയെ ചൂടിയത് മുഴുവനായിട്ടുള്ളൊരു മുൾക്കിരീടം. അതുകൊണ്ട് ഇറക്കി ഹെൽമെറ്റ് പോലെ ഇറക്കി വയ്ക്കും. അപ്പോൾ ഇറക്കുമ്പോൾ ഈ മുള്ളുകൾ പല സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, ഇറങ്ങില്ല. അപ്പോൾ എന്ത് ചെയ്യും? അടിച്ചിറക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, 72 കൂർത്ത മുള്ളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് തലച്ചോറിലുണ്ടായിരുന്നു. അതിൽ 3 മുള്ളുകൾ ഈ തലയോട്ടി ഭേദിച്ച് കണ്ണിലൂടെ തുളച്ച് വന്നു എന്നാണ് പറയണം. അപ്പോൾ ഒരു കണ്ണിൻ്റെ കൃഷ്ണമണിയിലൂടെ ഇത് ഇങ്ങനെ കയറി വന്നിരുന്നു എന്നാണ് ചരിത്രം ബ്രിജീത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ 28-29 പറയാം, ഒരു മുൾക്കിരീടം മെനഞ്ഞ് അവൻ്റെ ശിരസിൽ വെച്ചു. ഒരു മുൾക്കിരീടം മെനഞ്ഞ് അവർ അവൻ്റെ ശിരസിൽ വെച്ചു. വലത് കൈയിൽ ഒരു ഞാങ്ങണ കൊടുത്തു. അവൻ്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ അവർ പരിഹസിച്ചു എന്ന് പറയണേ. സ്നേഹമുള്ളവരെ, അപ്പോൾ ഒരു വലിയ കിരീടമാണ്. ശരിക്കും ആ കിരീടം ഇന്നും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, അനേക സ്ഥലങ്ങളിൽ ഈ മുൾക്കിരീടം അനേകർക്ക് സൗഖ്യമായിട്ടുണ്ട്. കാരണം അതേ മരത്തിൽ നിന്നെടുത്ത്. അതുകൊണ്ട് ഈശോയുടെ തലയിൽ 150 പ്രാവശ്യം മുൾക്കിരീടം വെച്ച് അടിച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ അത് അതേപോലെ തറച്ച് ശരീരത്തിൻ്റെ എല്ലുകളിൽ ഒട്ട കയറുന്ന പോലെ, ആണിയടിച്ചതുപോലെ ശോക്കുണ്ട്. എന്താണ് ഇതിൻ്റെ ചിഹ്നത്തിൻ്റെ അടയാളം പറയുന്നത്? ഈ മുൾക്കിരീടത്തിൻ്റെ പ്രത്യേകത, അത് ഒരു രാജാവിനെ രാജകിരീടം വെക്കുന്നതിന് മുമ്പ് അപമാനിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു കിരീടമാണ് യഥാർത്ഥ മുൾക്കിരീടം. മറ്റൊന്ന്, ഏറ്റവും ഭയാനകവും വേദനാജനകവുമായ ഒരു കിരീടമാണ്. മറ്റൊന്ന്, പാപത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കെട്ടുകൾ അഴിക്കാൻ ദൈവം കൊടുക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ട കിരീടമാണ്. ഈശോ ചെയ്യാത്ത പാപം ഈശോ ഏറ്റെടുക്കുക. ആരുടെ പാപം? നമ്മുടെ ഓരോരുത്തരുടെയും. അതുപോലെ തന്നെ വിശ്വാസികളുടെ മുന്നിൽ ദൈവത്തെ വെളിപ്പെടുത്തിയതാണ് ഇത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തിരിച്ചറിയുക, 5-മത്തത് ഈശോ അണിഞ്ഞ ഈ മുൾക്കിരീടമാണ്. 6-മത്തത്
കുരിശിൽ ചിന്തിയ രക്തമാണ്. ഈശോയുടെ ശരീരം ചുട്ടെടുക്കപ്പെട്ട അൽത്താരയുടെ പേരാണ് വിശുദ്ധ കുരിശ്. കുരിശിൽ ചിന്തിയത് എങ്ങനെയാണ്? ഈശോയുടെ ആണിപ്പഴുതുകളിൽ ആണിയടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കയ്യിൽ അടിച്ച് മറ്റേ കൈ അവിടെ എത്താതെയായിപ്പോൾ കയറുകൊണ്ട് കെട്ടിവലിച്ച് ആണിപ്പഴുതിലിട്ട് അടിക്കുമ്പോൾ കൈകുഴയിൽ നിന്ന് കൈ ഉരിമാറ്റപ്പെട്ടു എന്ന ചരിത്രം പറയണം. അതുകൊണ്ട് ഒരു കൈ നേരെ കിടക്കുകയും മറ്റേ കൈ ഒടിഞ്ഞു കിടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് അതികഠിനമായി ഈശോ സഹിച്ചതാണ്. അപ്പോൾ കുരിശ് എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അപമാനത്തിൻ്റെ അടയാളത്തെ രക്ഷയുടെ അടയാളമാക്കാൻ ചിന്തപ്പെട്ട ഒരു വലിയ ഈശോയുടെ അടയാളമാണ് കുരിശിൽ ചിന്തിയ ഈശോയുടെ. ആ കുരിശിലാണ് ഈശോ ഇങ്ങനെ തൂങ്ങിപ്പെടുക്കുമ്പോൾ അവസാനത്തുള്ള രക്തം ഇങ്ങനെ ആ കുരിശിലൂടെ ഇങ്ങനെ ഒഴുകി ഭൂമിയിലേക്ക് ഇറങ്ങി. അതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ദിവ്യശരീരങ്ങൾ എടുക്കുമ്പോൾ പുരോഹിതൻ പറയുന്ന ആ കുരിശ് ചിന്തപ്പെട്ട രക്തം ഇന്നും ആ ഭൂമിയിലേക്ക് ഒഴുകുകയാണ്. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 23 വചനം പറയുകയാണ്, തലയോടെന്ന ഇടമുള്ള സ്ഥലത്ത് വെച്ച് അവിടെ അവർ അവനെ കുരിശ് തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവൻ അവൻ്റെ വലതുവശത്തും അപരനെ ഇടതുവശത്തും അവർ ക്രൂശിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കപ്പെട്ട പാപികൾ ദൈവത്താൽ രക്ഷിക്കപ്പെടും. ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ രക്തത്തെ പ്രതി സ്വീകരിക്കപ്പെടാത്തവൻ അവഹേളിക്കപ്പെട്ടവനെ പോലെ മരണത്തിൻ്റെ കുരിശിൻ്റെ നിഴലിൽ അവനും മരിക്കും. പ്രിയപ്പെട്ടവർ, ഞാൻ നല്ല കള്ളനെ പോലെ ആ കുരിശിൻ്റെ രക്തം ചിന്തലുകളെ മനസ്സിലാക്കി ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് കണ്ണീരോടെ പറയാൻ കഴിഞ്ഞാൽ അവിടെ ഒരു രക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏഴാമത്തത് ഹൃദയത്തിൽ മുറിവേറ്റപ്പോൾ ചിന്തിയ രക്തമാണ്. അതാണ് തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തം. ഒറ്റക്കണ്ണൻ പടയാളി അവൻ്റെ വിലാപുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തത്തിൻ്റെ പേരാണ് തിരുഹൃദയത്തിൻ്റെ രക്തം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19:34 വാക്യം പറയുക, പടയാളികളിൽ ഒരുവൻ വന്ന് അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി അവിടുന്ന് രക്തം വെള്ളം പുറപ്പെട്ടത് അത് കണ്ട നിന്ന ആൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. കർത്താവേ, ആ രക്തം ഞാനും നിങ്ങൾക്കും സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ 7 അടയാളങ്ങൾ ഈ തിരുരക്തമാസത്തിൽ നമ്മൾ ചിന്തിക്കണം. ഈശോയുടെ നെറ്റിത്തടത്തിൽ നിന്നൊഴുകിയ രക്തം, ഈശോയുടെ കണ്ണുകളിൽ നിന്നൊഴുകിയ രക്തം, ഈശോയുടെ കൈകാലുകളിൽ നിന്നൊഴുകിയ രക്തം, ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിച്ചപ്പോൾ രക്തം വിയർത്ത ഈശോയുടെ രക്തം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തം, ഈശോയുടെ ജീവിതത്തിലെ പഞ്ചക്ഷതങ്ങളിൽ നിന്നൊഴുകിയ രക്തം. ഏതൊക്കെയാണ് ഈശോയുടെ പഞ്ചക്ഷതങ്ങൾ? 1, ഇടത് കൈയിലെ മുറിവ്. 2, വലത് കൈയിലെ മുറിവ്. ഇടത് കൈയിൽ മുറിവും വലത് കൈയിലെ മുറിവുകളും ചേർത്ത് വെച്ച ഈശോയുടെ 2 കാലുകളിലെ മുറിവുകൾ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പാർശ്വത്തിലെ മുറിവ്. അവിടുന്ന് ഒഴുകിയ രക്തത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് കരങ്ങൾ കൂപ്പാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ അമൂല്യവും പരിശുദ്ധവുമായ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ തിരുരക്തത്താൽ പൂർവിക ശാപങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. വീണ്ടെടുക്കപ്പെടലിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കപ്പെടണേ. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ വിലയേറിയ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിച്ച് വിശുദ്ധീകരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ രക്തത്തിൻ്റെ സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.